ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതിൻ്റെ മേളിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്ട്രിപ്പ് കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ സൈഡിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഒരു വീടിൻ്റെ ആ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെയും നമുക്ക് മേളിൽ ഒട്ടിച്ച പോലെ ഒരു സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വീതിയുള്ള സ്ട്രിപ്പാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു മഞ്ഞ പേപ്പർ എടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിലാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഈ കാണുന്ന പോലെ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ കണ്ടൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ ഓരോ പെറ്റൽസും നടുവേ ഇതുപോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ ഒരെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് അത് അതിൻ്റെ നടുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ സ്ട്രിപ്പ് എടുക്കാം. എന്നിട്ട് ഈ കാണുന്ന പോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഞ്ഞിതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗം വരെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിൻ്റെ അടിയിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റത്ത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടിക്കാം. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ നടുക്കാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു കാർഡ്ബോർഡ് എടുക്കാം. എന്നിട്ട് അതിന് നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് അടിക്കാം. അപ്പം പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഉണങ്ങാനായിട്ട്. അപ്പം നമ്മളിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഫ്ലവർ ഒടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്കൊരു ടോട്ടൽ 4 ഫ്ലവേഴ്സ് വേണം. 3 എണ്ണം താഴെയും മേളിൽ പിന്നെ ഒരെണ്ണം കൂടെ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലോട്ട് കുറച്ച് പരിപാടി ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ തിരിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അവിടെയായിട്ട് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒരു സ്ട്രിപ്പ് ഇതുപോലെ ഒരു തിന്നായിട്ടൊരു സ്ട്രിപ്പ് ബ്ലാക്ക് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ 3 എണ്ണം ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നേരെ വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു മഞ്ഞ പേപ്പറാണ് വേണ്ടത്. അത് ഇതുപോലെ നടുവേ മടക്കാം. എന്നിട്ട് ഈ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അറ്റത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഒരു ഫെദറിൻ്റെ രീതിയിൽ നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് 3 എണ്ണം വേണം. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതൊട്ടിക്കാനായിട്ട് ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ നടുക്കും ഒരു ബ്ലാക്ക് സർക്കിൾ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ 3 എണ്ണത്തിൻ്റെയും നടുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു സ്ട്രിപ്പിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ ഒരു മഞ്ഞ സർക്കിൾ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ 3 എണ്ണത്തിലും ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ടും നമുക്കിതുപോലെ മഞ്ഞ സർക്കിൾ ഒട്ടിച്ചു കൊടുക്കാം. 2 എണ്ണം ഈ ഭാഗത്തും പിന്നെ മേളിലും 2 എണ്ണം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഇമേജസ് എൻ്റെ ഇൻസ്റ്റഗ്രാമിലോട്ട് അയച്ചു തരിക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ പുറകിൽ ഒരു നൂലും കൂടെ പിടിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് വാളിൽ തൂക്കിയിടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ട്സും സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു ക്രാഫ്റ്റുമായിട്ട് കാണുന്നത്. ബൈ, താങ്ക് യു.